ഇന്നത്തേത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. രാവിലെയും വൈകുന്നേരവും നമുക്കിത് തന്നെ മതി. ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്സായും ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കാം. ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശായിട്ട് ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയിലോട്ടൊക്കെ കുഴച്ചെടുക്കൂലേ, ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 1-2 മിനിറ്റ് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിതാ ഒരു 2 മിനിറ്റോളം ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ 1-2 കാര്യങ്ങൾ നമുക്ക് ഇതിലോട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ 1/2 കപ്പ് പരിപ്പുണ്ടല്ലോ, നമ്മൾ കറിയിലോട്ടൊക്കെ എടുക്കുന്ന ആ ഒരു പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റോളം ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്കത് നന്നായിട്ട് വേവാക്കിയെടുക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിലോട്ട് ഞാനിതാ 4 ക്യൂബ് ശർക്കര ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ടെടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നമുക്കൊരു ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു ശർക്കര നന്നായിട്ട് തന്നെ ഉരുകി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഈ സമയത്ത് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വേവായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലോട്ട് നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരയിൽ നിന്ന് പകുതി ശർക്കര നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. അരച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ശർക്കര നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു 3 ഏലക്കായ കുറച്ച് പഞ്ചസാരയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമുക്ക് ഈ ഒരു ശർക്കരയുടെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയിട്ട് റെഡിയായിട്ട് കിട്ടണം. ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ട് നമുക്കിത് വേണം കേട്ടോ. ആ ഒരു ടൈം വരെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് മാത്രം മതി ഇതൊന്ന് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിലാണ് ഇതിൽ ഒരു ശർക്കരയുടെ ആ ഒരു വെള്ളമുള്ളൂ. ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ചപ്പാത്തി മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനിത് മീഡിയം സൈസുള്ള ബോൾസുകളാക്കിയിട്ട് ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഓരോ ബോൾസും ഞാൻ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ചെറുതാക്കിയിട്ടൊന്ന് പ്രസ്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഞാനിതാ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കുറച്ച് ഗോതമ്പ് പൊടി നമുക്ക് ഈ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടെടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു തിക്നെസ്സിൽ തന്നെയാണ് ഇത് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് തന്നെ ആ ഒരു രീതിയിലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനത് മുഴുവനായിട്ട് തന്നെ ഒന്ന് പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവാക്കിയെടുക്കാം. സൈഡ് നന്നായിട്ട് വേവായാൽ നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരയില്ലേ, അപ്പോൾ അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടെടുക്കാം.
നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരയുടെയും പരിപ്പിൻ്റെയും ആ ഒരു മിക്സ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു സമയത്ത് കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് പരത്തി റെഡിയാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏലക്കായും പഞ്ചസാരയും പൊടിച്ചെടുത്തിട്ട് വളരെ കുറച്ച് ഇതിൻ്റെ മേലേക്ക് ഇട്ടെടുക്കുക. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു സൈഡിൽ നിന്നും നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഈ രീതിയിൽ ബാക്കി കൂടി നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ വരുന്ന സമയത്തായാലും രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. ഓക്കെ.